അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം എന്താ വെച്ചാൽ ജൈവാംശമുള്ള മണ്ണിൽ മാത്രമേ നമ്മൾ ട്രൈക്കോഡർമ അതേപോലെ സൂഡോമോണസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് കാര്യമുള്ളൂ കേട്ടോ. ഹായ്, നമസ്കാരം. ഫാസിലാണ്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് നമ്മളെ ചെടികളിൽ വരുന്ന ദ്രുതവാട്ടം, അതേപോലെ വേര് ചീയൽ, വേരിൽ വരുന്ന ഫംഗൽ ഇൻഫെക്ഷൻ, ഇതിനൊക്കെ തടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബയോ ഫംഗിസൈഡ് ആയിട്ടുള്ള ട്രൈക്കോഡർമയെ കുറിച്ചിട്ടും അതിൻ്റെ ഉപയോഗ രീതിയുമാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മൾ വീട്ടിലൊക്കെ കൃഷി ചെയ്യുമ്പോൾ ഇപ്പോൾ ഡ്രമ്മിൽ അതേപോലെ പോട്ടിൽ ഗ്രോ ബാഗിലൊക്കെ കൃഷി ചെയ്യുമ്പോഴാണ് ഈ മഴക്കാലത്താണ് കൂടുതലായിട്ട് കാണാം അത് ചെടികളിൽ ദ്രുതവാട്ടം, പെട്ടെന്ന് തന്നെ ചെടികൾ വാടിപ്പോവുക. പച്ചക്കറി കൃഷിയിലൊക്കെ നല്ല രീതിയിൽ കാണും അത്. അതേപോലെ തന്നെ മൂട് ചെയ്യുക, വേര് ചെയ്യുക, വേരിന് ഫംഗൽ ഇൻഫെക്ഷൻ വരിക. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഫംഗിസൈഡ് ആണ് നമ്മൾ ഉപയോഗിച്ച് കൊടുക്കുക. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നതാണ് ഈ സാഫ് അതേപോലത്തെ രാസവളങ്ങളല്ല, രാസ ഫംഗിസൈഡ് അല്ലാതെ ജൈവ രൂപത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയുള്ള ഫംഗിസൈഡ് ഉണ്ടോ എന്നുള്ള പലരും ചോദിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ജൈവ രൂപത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഫംഗിസൈഡാണ് നമ്മൾ ഈ ട്രൈക്കോഡർമ കേട്ടോ. അപ്പോൾ ട്രൈക്കോഡർമ നമുക്ക് ചെറിയ പാക്കറ്റ് ആയിട്ടും അതേപോലെ കിലോന്റെ പാക്കറ്റ് ആയിട്ടും അരക്കിലോന്റെ പാക്കറ്റ് ആയിട്ടും ഒക്കെ നമുക്ക് വാങ്ങാൻ വേണ്ടി കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ കിലോന്റെ പാക്കറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 150-160 വരെയാണ് വില വരുന്നത്. പല കമ്പനിക്കും പല റേറ്റ് ആണ് കേട്ടോ. അപ്പോൾ വാങ്ങുമ്പോൾ ഇത് പൗഡർ രൂപത്തിലും കിട്ടും, നമുക്ക് ലിക്വിഡ് രൂപത്തിലും കിട്ടും കേട്ടോ. ഏതാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ഇത് വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഇതൊരു മിത്രാക്കുമ്പൾ, ഒരു ജീവാണു വളമാണ്. അത് നമ്മളെ സൂഡോമോണസ് വാമൊക്കെ നമ്മൾ വാങ്ങുന്ന പോലെ തന്നെ ഒരു ജീവാണു വളമാണ്. അപ്പോൾ ഇതിന്റെ എക്സ്പയറി ഡേറ്റ് നമ്മൾ ശ്രദ്ധിക്കണം. എക്സ്പയറി ഡേറ്റ് നോക്കിയിട്ട് വേണം നമ്മളിത് വാങ്ങാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ പലരും ചോദിക്കുന്നതാണ് സൂഡോമോണസും അതേപോലെ ട്രൈക്കോഡർമ ഇത് രണ്ടും ഒരേ രീതിയിലാണോ പ്രവർത്തിക്കുന്നത് എന്നുള്ളത്. അല്ല, സൂഡോമോണസ് ഒരു ബാക്ടീരിയ ആണ്, ട്രൈക്കോഡർമ ഒരു ഫംഗസ് ആണ്. ഇതൊരു മിത്ര കുമിളാണ്. അയച്ചാൽ കൃഷിക്ക് മിത്രമായിട്ടുള്ള ഒരു കുമിളാണ് ഇത് ട്രൈക്കോഡർമ, അതേപോലെ തന്നെ നമ്മളെ സൂഡോമോണസ് ഒക്കെ. അപ്പൊ സൂഡോമോണസ് പ്രവർത്തിക്കുന്ന രൂപത്തിലല്ല ട്രൈക്കോഡർമ പ്രവർത്തിക്കുന്നത് കേട്ടോ. കാരണം ഇതൊരു ഫംഗസ് ആണല്ലോ. ഇത് നമ്മൾ മണ്ണിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് സ്പ്രെഡ് ആവും. സ്പ്രെഡ് ആയി കഴിഞ്ഞാൽ മറ്റു കുമിളുകളോ അല്ലെങ്കിൽ മറ്റു ഫംഗസിനോ ഒന്നും പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാരണം ഇതായിരിക്കും മൊത്തത്തിൽ ഇത് വ്യാപിച്ചിരിക്കും. ഞാൻ ഇതിന്റെ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ വല പോലെ ഇത് ഫുള്ളായിട്ട് നമ്മൾ ആ മണ്ണിൽ വേരുകളിലൊക്കെ പെട്ടെന്ന് പറ്റിപ്പിടിച്ച് കഴിഞ്ഞാൽ നമ്മളെ വേര് ചെയ്യാനുള്ള അതേപോലെ മറ്റു ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ വരുമ്പോൾ അതിൻ്റെ ഫംഗസുകളൊക്കെ ഇത് നശിപ്പിക്കുകയാണ് ചെയ്യുക. കാരണം ഇത് സ്പ്രെഡ് ചെയ്തിട്ട് ഇത് അവിടെ ആധിപത്യം സ്ഥാപിച്ചെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ സൂഡോമോണസ് ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സൂഡോമോണസിനൊന്നും സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയില്ല. കാരണം ഇത് ഉപയോഗിക്കുന്ന ടൈമിൽ മറ്റു ഏത് ജീവാണു വളങ്ങളായി ചില മിത്ര കുമിളുകൾ നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും അതിനൊന്നും അവിടെ വികസിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാരണം ഇതായിരിക്കും മൊത്തത്തിൽ അവിടെ സ്പ്രെഡ് ആയിട്ടിരിക്കുക. അപ്പോൾ അതിലൂടെ നമ്മളെ ഫംഗൽ ഇപ്പോൾ ഈ മഴക്കാലത്തൊക്കെ കൂടുതലായിട്ട് വരുന്നതാണ് ഫംഗൽ ഇൻഫെക്ഷൻ, വേര് ചീഞ്ഞു പോകലൊക്കെ. അപ്പോൾ അങ്ങനത്തെ ഒക്കെ നമുക്ക് ഇത് കൊടുക്കുന്നതിലൂടെ നമുക്ക് തടയാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ട്രൈക്കോഡർമ നമ്മൾ മഴക്കാലത്ത് ആണ് കൂടുതലായിട്ട് നമ്മൾ കൊടുക്കുന്നത് നല്ലത് കേട്ടോ. അപ്പോൾ ട്രൈക്കോഡർമ നമ്മൾ കൊടുക്കൽ 3 രീതിയിലാണ് കേട്ടോ. അപ്പോൾ അതിൽ ഒന്നാമത്തെ രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ജൈവ വളത്തിൽ സമ്പുഷ്ടീകരിച്ചിട്ടാണ് നമ്മളിത് കൊടുക്കുക. അപ്പോൾ ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നമ്മൾ ചാണകപ്പൊടിയിൽ ട്രൈക്കോഡർമ എങ്ങനെയാണ് സമ്പുഷ്ടീകരിക്കുക എന്നുള്ളത്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം ആ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചാണകപ്പൊടിയിൽ നമ്മൾ സമ്പുഷ്ടീകരിച്ചിട്ടാണ് നമ്മളിത് ചെടികൾക്ക് ഇട്ട് കൊടുക്കുക. മഴക്കാലത്താണെന്നുണ്ടെങ്കിലും വേനൽക്കാലത്താണെന്നുണ്ടെങ്കിലും മഴക്ക് മുന്നോടിയായിട്ടൊക്കെ നമ്മൾ ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മഴക്കാലത്ത് വരുന്ന ഈ ഫംഗൽ ഇൻഫെക്ഷൻ ചീലൊക്കെ നമുക്ക് തടയാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ട്രൈക്കോഡർമ നമ്മളെ ചാണകപ്പൊടിയിൽ മാത്രമല്ല നമുക്ക് സമ്പുഷ്ടീകരിക്കാൻ പറ്റും. നമുക്ക് ആട്ടിൻകാഷ്ടത്തിൽ ജൈവവളത്തിലൊക്കെ നമുക്ക് ഇത് സമ്പുഷ്ടീകരിച്ചിട്ട് നമുക്ക് ചെടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ പലർക്കുള്ള ഒരു സംശയമാണ്, എന്നോട് ഇതിന് മുന്നേ ഞാൻ ആ വീഡിയോ ചെയ്തപ്പോൾ ചോദിച്ചിട്ടുള്ളതാണ്, നമ്മൾ സൂഡോമോണസും അതേപോലെ ട്രൈക്കോഡർമ ഒരുമിച്ച് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ കൊടുക്കാൻ വേണ്ടി പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കാരണം ഇത് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഒന്നിനും അവിടെ പ്രവർത്തിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നമ്മൾ സൂഡോമോണസ് ഇട്ട് കൊടുത്തിട്ട് വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇത് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ളത്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ഫംഗസ് ആണ്. അപ്പോൾ ഇത് നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ അതിന് കാര്യമായിട്ടുള്ള ഗുണം കിട്ടണം എന്നില്ല. നമ്മളിത് കഴിയുന്നതും മണ്ണിലാണ് ഇട്ട് കൊടുക്കേണ്ടത്. കാരണം മണ്ണിൽ ഇത് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഗുണങ്ങൾ കിട്ടുന്നതാണ്. അപ്പോൾ ഇത് ഒന്നെങ്കിൽ നമുക്ക് ജൈവ വളത്തിൽ സമ്പുഷ്ടീകരിച്ചിട്ട് ഇട്ട് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പൗഡർ രൂപത്തിലോ വെള്ളത്തിൽ കലക്കിയിട്ടോ ആയിട്ട് നമ്മൾ ചുവട്ടിൽ വെച്ച് കൊടുക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ ഇലകളിൽ വരുന്ന കുമിൾ രോഗങ്ങൾക്കും ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് സാഫ് അങ്ങനെയൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. അടുത്ത് നമ്മൾ വിത്ത് മുളപ്പിക്കുന്ന ടൈമിലൊക്കെ വിത്തിലും ഇതേപോലെ നമ്മളിപ്പോൾ സൂഡോമോണസിലൊക്കെ വിത്ത് കുതിർത്തിടുമല്ലോ, അതേപോലെ തന്നെ നമുക്ക് ട്രൈക്കോഡർമയിലും വിത്ത് കുതിർത്തിടാൻ വേണ്ടി പറ്റും. ഇനി കുതിർത്തിടാത്ത ചെറിയ വിത്തുകളാണെന്നുണ്ടെങ്കിൽ ട്രൈക്കോഡർമ പൗഡർ രൂപത്തിൽ തന്നെ അതിൽ കുഴച്ചതിന് ശേഷം നമുക്ക് വിത്ത് പാകാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ വിത്ത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ മുളച്ച് വരുമ്പോൾ ചീച്ചിലൊക്കെ വരുമല്ലോ,
പെട്ടെന്ന് തന്നെ വാടിപ്പോകും, അതൊക്കെ നമുക്ക് ഇതിലൂടെ തടയാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ. അതേപോലെ തന്നെ ചെടി മാറ്റി നടുന്ന ടൈമിലും നമുക്ക് ട്രൈക്കോഡർമ ഒരു 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് വേരൊന്ന് മുക്കിയതിന് ശേഷം നമുക്ക് മാറ്റി നടുന്നതും നല്ലതാണ് കേട്ടോ, വേര് ചീയലൊക്കെ തടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ചാണകപ്പൊടിയിലോ അതേപോലെ ജൈവവളത്തിലോ സമ്പുഷ്ടീകരിച്ചിട്ടുള്ള ട്രൈക്കോഡർമ നമ്മൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് കൊടുക്കാൻ പറ്റുക? നമ്മൾ പോട്ടി മിക്സ് റെഡിയാക്കുമ്പോൾ ചാണകപ്പൊടിയിൽ നമുക്ക് സമ്പുഷ്ടീകരിച്ചിട്ട് നമുക്ക് പോട്ടി മിക്സിൽ ആ ചാണകപ്പൊടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ചെടികൾ നടാൻ വേണ്ടിയിട്ട് പറ്റും. അതല്ലാതെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വളങ്ങൾ ഇട്ട് കൊടുക്കില്ല. വളങ്ങൾ ഇട്ട് കൊടുക്കുന്ന ടൈമിൽ നമുക്ക് ഇതേപോലെ തന്നെ ആ ചാണകപ്പൊടി നമുക്ക് ചുവട്ടിലിട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ചാണകപ്പൊടി എല്ലാം ആട്ടുംകാഷ്ടത്തിലാണെന്നുണ്ടെങ്കിലും അതേ രൂപത്തിൽ നമ്മൾ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ കഴിയുന്നതും ചാണകപ്പൊടിയിൽ ചെയ്യുന്നതാണ് നല്ലത്. കാരണം എന്താ വെച്ചാൽ ആട്ടുംകാഷ്ടം നമ്മൾ ചൂട് ടൈമിലൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ചെടികൾക്ക് കുറച്ച് ദോഷമാണ്. കാരണം കൂടുതലായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതേപോലെ തന്നെയാണ് നമ്മൾ കോഴിക്കാഷ്ടം നമ്മൾ ചൂട് കാലങ്ങളിലൊന്നും കൂടുതലായിട്ട് ചെടികൾക്ക് ഇട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ചാണകപ്പൊടിയിൽ സമ്പുഷ്ടീകരിക്കുന്നതാണ് നല്ലത്. എല്ലാ കൃഷിക്കാരും അങ്ങനെ തന്നെയാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ പ്രധാനമായിട്ടും മഴക്കാലത്തിന്റെ മുന്നോടിയായിട്ട് ഒരു മെയ് മാസം ലാസ്റ്റ് ജൂൺ ഫസ്റ്റ് ഒക്കെ ആയിട്ട് നമുക്കിത് മണ്ണിൽ പ്രത്യേകിച്ച് നമ്മളെ ഡ്രമ്മിൽ അതേപോലെ പോട്ടിലെ ഗ്രോ ബാഗിലൊക്കെ നമ്മൾ കൃഷി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ മഴ കൊള്ളുന്ന സ്ഥലത്താണ് ഈ പ്ലാന്റ് വെച്ചത് എന്നുണ്ടെങ്കിലും നമ്മൾ മെയ് ലാസ്റ്റ് അതേപോലെ ജൂൺ ഫസ്റ്റ് ഒക്കെ നമ്മളിത് നിർബന്ധമായിട്ട് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇനി നമ്മൾ ചാണകത്തിൽ സമ്പുഷ്ടീകരിച്ചിട്ടില്ല, നമ്മളതിൽ അങ്ങനെ സ്റ്റോക്ക് ഇല്ല, അപ്പോൾ മഴക്കാലമാണ്, അപ്പം നമ്മൾ ഇതുപോലെ ഡ്രമ്മിൽ അതേപോലെ പോട്ടിലൊക്കെ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ പേര് ചെയ്യൽ ഫംഗൽ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ നമ്മൾ ട്രൈക്കോഡർമ നമുക്ക് പൗഡർ രൂപത്തിൽ നമുക്ക് ഇട്ട് കൊടുക്കട്ടോ. അതെങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ആദ്യം നമ്മൾ ഈ ഡ്രമ്മിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആദ്യം ഒന്ന് മണ്ണൊന്ന് ഇളക്കുക. മേൽമണ്ണൊന്ന് ഇളക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ ട്രൈക്കോഡർമ നമ്മൾ വിതറി കൊടുക്കേണ്ടത്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ജൈവാംശമുള്ള മണ്ണിൽ മാത്രമേ നമ്മൾ ട്രൈക്കോഡർമ അതേപോലെ സൂഡോമോണസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് കാര്യമുള്ളൂ കേട്ടോ. കാരണം മണ്ണിൽ എപ്പോഴും നമ്മൾ ജൈവവളം കൊടുത്തിട്ട് ജൈവാംശം മണ്ണിൽ ഉണ്ടായിരിക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതേപോലെ തന്നെ മണ്ണിൽ ഈർപ്പം ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പോൾ ഈ രണ്ടുള്ള മണ്ണിൽ മാത്രമേ നമ്മൾ ട്രൈക്കോഡർമ ഇട്ട് കൊടുത്താൽ അത് പ്രവർത്തിക്കുകയുള്ളൂ കേട്ടോ. ഇങ്ങനെ നമ്മൾ ട്രൈക്കോഡർമ മഴക്കാലത്തിന്റെ മുന്നോടിയായിട്ടല്ല മഴക്കാലം തുടങ്ങുന്ന ടൈമിൽ നമ്മൾ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് അതിന്റെ മേലെ നമ്മൾ പൊത ഇട്ട് കൊടുക്കണം കേട്ടോ. അത് വെച്ചാൽ നമ്മുടെ മുറ്റത്തൊക്കെ ഉള്ള പച്ചിലകളൊക്കെ ഉണ്ടല്ലോ, ഈ പച്ചിലകൾ ഈ അടിക്കാടുകളൊക്കെ പറിച്ചിട്ട് തന്നെ ഇതിന് പൊത ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി അടുത്തൊരു രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ സൂഡോമോണസ് ഒക്കെ കൊടുക്കുന്ന രൂപത്തിൽ തന്നെ നമുക്ക് ഇതൊരു 20 ഗ്രാം എടുക്കാം, 1 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ മിക്സ് ചെയ്തിട്ട് നമ്മളെ ചെടികളെ ചുവട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. കാരണം ജൈവാംശമുള്ള മണ്ണിൽ മാത്രമേ ട്രൈക്കോഡർമ പ്രവർത്തിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ രാസവളങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ജൈവവളങ്ങളൊന്നും തീരെ കൊടുത്തിട്ടില്ല എന്നുള്ള ആ മണ്ണിൽ നമ്മൾ ട്രൈക്കോഡർമ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ജൈവാംശമുള്ള മണ്ണിൽ മാത്രം, അതേപോലെ തന്നെ മണ്ണിൽ ഈർപ്പം നിലനിൽക്കുന്ന ടൈമിൽ മാത്രമേ ട്രൈക്കോഡർമ നമ്മൾ ഇട്ട് കൊടുത്താൽ അത് പ്രവർത്തിക്കുകയുള്ളൂ. ഇപ്പോൾ ചൂടുകാലത്തൊക്കെ ആണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ട്രൈക്കോഡർമ നമ്മൾ ഇപ്പോൾ മണ്ണിൽ ചാണകപ്പൊടിയിൽ സമ്പുഷ്ടീകരിച്ച് ഇട്ട് കൊടുക്കാന്നുണ്ടെങ്കിൽ പൗഡർ രൂപത്തിലാണെന്നുണ്ടെങ്കിലും വെള്ളം ഒഴിച്ചു കൊടുത്താണെന്നുണ്ടെങ്കിലും നമ്മൾ മേലെ പൊത ഇട്ട് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ സൂഡോമോണസ് കൊടുക്കുമ്പോഴും നമ്മൾ അതേ രൂപത്തിൽ പൊത ഇട്ട് കൊടുക്കുന്നത് നല്ല, എന്നാലാണ് ആ ജീവാണുവിന് അവിടെ പ്രവർത്തിക്കാൻ വേണ്ടി ജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ ആ ജീവാണു നശിച്ചു പോകാനാണ് ചാൻസ് കൂടുതൽ. ഇനി നമ്മൾ ട്രൈക്കോഡർമ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ മറ്റു വളങ്ങൾ കൊടുക്കേണ്ട ഒരു കാലാവധി എന്ന് പറഞ്ഞാൽ നമ്മൾ സൂഡോമോണസിന് പറഞ്ഞ പോലെ തന്നെയാണ് 15 ദിവസത്തെ കാലാവധി കഴിഞ്ഞിട്ടാണ് മറ്റു വളങ്ങളൊക്കെ നമ്മൾ കൊടുക്കേണ്ടത് കേട്ടോ. അതേപോലെ തന്നെ ഒരു 15 ദിവസം ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ ട്രൈക്കോഡർമ കൊടുക്കാനും ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഇനി കൂടുതൽ കൃഷിയുള്ളവർക്ക് ഇതെങ്ങനെയെങ്കിലും ഇരട്ടിപ്പിക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ള പലരും ചോദിക്കുന്നതാണ്. പക്ഷേ ട്രൈക്കോഡർമ ഇപ്പോൾ 1 കിലോനൊക്കെ വാങ്ങി കഴിഞ്ഞാൽ കൂടുതൽ കൃഷിയുള്ളവർക്ക് കൂടുതൽ ടൈം ഉപയോഗിക്കാനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളത് പലരും ചോദിക്കുന്നത്. ചെയ്യാൻ പറ്റുന്നതാണ്. എന്നുവെച്ചാൽ നമ്മളൊരു 10 ലിറ്റർ ക്ലോറിൻ കലരാത്ത ഒരു വെള്ളം എടുക്കുക, അതിലേക്ക് ഒരു 300 ഗ്രാം ശർക്കര ലയിപ്പിച്ചിട്ട് ഒഴിക്കുക. എന്നിട്ട് അതിന് ശേഷം ഇതിലേക്ക് ഒരു 100 ഗ്രാം ട്രൈക്കോഡർമ ഇട്ടിട്ട് ഒരേ ദിശയിലേക്ക് നമ്മൾ ഇളക്കുക. ഇളക്കിയിട്ട് നമ്മൾ ഈ WDC വളങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കലില്ലേ, അതേ രൂപത്തിൽ തന്നെ ദിവസം ഒരേ ദിശയിലേക്ക് നമ്മൾ ഇളക്കുക. ഇളക്കി കഴിഞ്ഞ് ഒരു 7 ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ചെടികൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ. പിന്നീടും അതിൻ്റെ ബാക്കി വരുന്ന 1 ലിറ്റർ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് വീണ്ടും 9 ലിറ്റർ വെള്ളം മിക്സ് ചെയ്തിട്ടും അതിലേക്ക് ഒരു 300 ഗ്രാം ശർക്കരയും കൂടി ആഡ് ചെയ്തിട്ടും നമുക്ക് വീണ്ടും ഇത് ഇരട്ടിപ്പിച്ചുകൊണ്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ ജൈവ രൂപത്തിൽ കൃഷി ചെയ്യുന്നവരൊക്കെ ഇതേപോലത്തെ ഫംഗൽ ഇൻഫെക്ഷനെ വേരി ചെയ്യലോ അങ്ങനെയൊക്കെ വരാതിരിക്കാൻ വേണ്ടി ഇതുപോലത്തെ ബയോ ഫംഗിസൈഡ് വാങ്ങിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ നമ്മൾ മാസ്ക് ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് വേണം നമ്മളിത് പ്രയോഗിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇതിലുള്ളത് ജീവനുള്ള ഒരു ജീവാണുവാണ്. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. താങ്ക്